നമസ്കാരം. നമസ്കാരം. സ്വീറ്റ് ആൻഡ് സ്പൈസി ഫാമിലി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടീശ്വരൻ നമസ്കാരം പറ. നമസ്കാരം. ഇന്ന് അവധിയാണ് ആണോ? ഞാനോ ഇന്ന് അവധിയാണോ? എന്തുകൊണ്ടാണ്? ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്താണ്? പൂജ ഹോളിഡേസ്. എന്താണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത? പൂജ ഹോളിഡേസ്. ഓക്കെ, അത് മാത്രമല്ലല്ലോ ഇന്നത്തെ പ്രത്യേകത, വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണെന്ന് കുട്ടൂസ് ഒന്ന് പറഞ്ഞേ. എനിക്കറിയില്ല. ഇന്ന് എഴുത്തിനിരുത്തുന്ന ദിവസം. എഴുത്തിനിരുത്തുന്ന ദിവസവും കൂടിയാണ്. പിന്നെ അറിയില്ലെന്ന് പറഞ്ഞു. വിദ്യാരംഭം, വിദ്യ കുറിക്കുന്ന, വിദ്യ തുടങ്ങുന്ന ദിവസം അല്ലെ? അതായത് ഭാബി അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ ചാച്ചയ്ക്ക് ഇഷ്ടമുള്ള ഒരു അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി, പള്ളിയിൽ അച്ഛന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു പാത്രത്തിൽ അരിയൊക്കെ ഉണ്ടായിരുന്നു. അതില് നിങ്ങളുടെ വിരലും പിടിച്ചിട്ട് ആ എന്ന് എഴുതി തന്ന ദിവസം. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ചാച്ച നാട്ടിലല്ലായിരുന്നു, വേറൊരു വിദേശ രാജ്യത്തായിരുന്നു. അവിടെ ചാച്ച എടുത്ത് ഒരു അമ്മ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നു. കുട്ടൂസും ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, ഒരു ചെമ്പിന്റെ പാത്രത്തിൽ കുറച്ച് അരി ഇട്ടിട്ട് എടുത്തുകൊണ്ട് ബ്രദർ എഴുതി തരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും എഴുതി കൊടുത്തൊരു ഓർമ്മ ചാച്ചക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസമാണ് ഇന്ന്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, ഇനി എന്താ വിഷയം ദിവസം ഗുരു ശിഷ്യ ബന്ധം. നമ്മുടെ വിദ്യ തുടങ്ങുന്നു. ഒരു ഗുരു വേണമല്ലോ നമുക്കൊരു എന്ത് അറിവിന് പഠിക്കാന്, ജീവിതത്തിൽ ഏത് തുടക്കത്തിനും ഗുരു വേണം. അമ്മ ഗുരുവാണ്, അപ്പൻ ഗുരുവാണ്, ചേച്ചി ഗുരുവാണ്, ചേട്ടൻ ഗുരുവാണ്, എല്ലാവർക്കും ഗുരുവാണ്. അപ്പൊ ഈ ഗുരു ശിഷ്യ ബന്ധത്തില് നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഞാൻ അടോണയോട് തന്നെ ചോദിക്കട്ടെ ആദ്യം. അതായത് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ നമ്മൾ പ്രധാനമായി സൂക്ഷിക്കേണ്ട, ഒരു ശിഷ്യൻ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെ, അല്ലെങ്കിൽ ഗുരു അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ, രണ്ടും പറയാം. അറിയാമല്ലോ, ടീച്ചറും സ്റ്റുഡന്റാണ് ഉദ്ദേശിക്കുന്നത് ഗുരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഭാവിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. ഞാൻ ഈയിടെ കേട്ട് വായിച്ചൊരു പുസ്തകത്തിന്റെ ഫസ്റ്റ് അധ്യായം തന്നെ മാസ്റ്ററിനെ പറ്റിയിട്ടായിരുന്നു. വെരി ഗുഡ്. ആ രീതി പുസ്തകം റോബർട്ട് ഗ്രീൻ, The 48 Laws of Power. ബുക്കിന്റെ പേരാണ് 48 Laws of Power. എന്താ ഒന്നൊക്കെ പറഞ്ഞ പേര്? The 48 Laws of Power. The 48 Laws of Power. അപ്പൊ ശക്തിയുടെ 48 നിയമങ്ങൾ അല്ലേ? വെരി ഗുഡ്. എന്താ ഇത് പറയുന്നത്? First law, never outshine your master. Never outshine your master. എന്ന് പറഞ്ഞ മലയാളത്തിൽ എങ്ങനെ പറയാ? മലയാളത്തില് കറക്റ്റ് ആയിട്ട് പറയില്ല, ഞാൻ എക്സ്പ്ലനേഷൻ. നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിന്റെ ഗുരുവിനേക്കാൾ നീ പ്രശോഭിക്കരുത്, ഗുരുവിനേക്കാൾ നീ തിളങ്ങരുത് എന്നൊക്കെയുള്ള ഒരു അർത്ഥം അതിന് വരും. തീർച്ചയായും അതെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗുരു ഉണ്ട്, ഏത് ഫീൽഡിൽ വേണമെങ്കിലും ആവാം ആ ഗുരു. അപ്പോ നിങ്ങൾ ഗുരുവിനെക്കാളും കൂടുതൽ സ്മാർട്ട് ആണ്, ഇന്റലിജന്റ് ആണ്, ക്രിയേറ്റീവ് ആണ്, ഗുരുവിനെക്കാളും കൂടുതൽ വലിയ ആൾക്കാരോട് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ട് എന്ന് ഗുരുവിന് തോന്നരുത്. ഒരിക്കലും നിങ്ങൾ അത് അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ നാച്ചുറലി, ചിലവർ ഇൻബോൺ തന്നെ ടാലൻസ് ഒക്കെ ഉണ്ട്. നാച്ചുറലി ചിലപ്പോൾ നിങ്ങൾ ഗുരുവിനെക്കാളും സ്മാർട്ട് ആയിരിക്കാം, ഇന്റലിജന്റ് ആയിരിക്കാം, ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരിക്കാം, ഗുരുവിനെക്കാളും കൂടുതൽ നല്ല ആൾക്കാരോട് കണക്ഷൻസ് ഉണ്ടായിരിക്കാം. ബട്ട് ഗുരുയുടെ മുമ്പിൽ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഗുരുയുടെ മുമ്പിൽ നിങ്ങൾ എപ്പോഴും യു ഷുഡ് ബി ലൈക്ക്, ഗുരുവിൽ നിന്നാണ് എനിക്ക് ഈ നോളജ് കിട്ടിയത്. പതിനാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഗുരുവിൽ നിന്നാണ് എനിക്ക് ഇന്റലിജൻസ് കിട്ടിയത്, ഗുരുവിൽ നിന്നാണ് ഞാൻ ഇത്രയും സ്മാർട്ടായി, ഗുരുയുടെ ഐഡിയാസ് ആണ് എന്ന് വേണം നമ്മൾ ചെയ്യാൻ. അല്ലാതെ ഞാൻ ഗുരുവിനെക്കാളും സ്മാർട്ടാണ് എന്ന് ഒരിക്കലും ചെയ്ത് അങ്ങനെ ചെയ്ത ആ ബന്ധത്തിനൊരു തകരാറുണ്ടാവും ഉറപ്പായിട്ടും. അല്ല ഭാബി, ഇപ്പൊ ഇത്ര നേരം ഭാവി പറഞ്ഞതിൽ നിന്ന് കുട്ടൂസിന് മനസ്സിലായത് തന്നെയാണ് എനിക്കൊന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് ആള് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ വായിച്ച പുസ്തകത്തിൽ നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നിന്റെ ഗുരുവിനേക്കാളും നീ സ്മാർട്ടാണ് എന്ന് ഗുരുവിന് തോന്നുന്ന തരത്തിൽ നീ ജീവിക്കരുത്. നീ അങ്ങനെ ഇന്നേറ്റായിട്ട് അങ്ങനെ ആണെങ്കിൽ പോലും, അതായത് ഗുരുവിനേക്കാൾ സ്മാർട്ട് ആണെങ്കിൽ പോലും ഗുരുവിടെ മുന്നിൽ വെച്ച് മാത്രം, മറ്റുള്ള മറ്റുള്ള തരത്തിലല്ല, ഗുരുവിനെ വെച്ച് എനിക്ക് തോന്നുന്നത് ഗുരുവിന് ഇൻസൾട്ടിങ് വരുന്ന തരത്തില് നിങ്ങളെപ്പറ്റി ഞാൻ സ്മാർട്ട് ആണെന്ന് കാണിപ്പിക്കുന്ന തരത്തിൽ ഒരു ഓവർ ഷോ വരുന്നല്ലേ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ഗുരുവിനേക്കാളും മുമ്പുള്ള 2 പേരാണ് അമ്മയും അപ്പനും കേട്ടോ. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ മാതാവും പിതാവും കഴിഞ്ഞ് ഗുരു വരുന്നുള്ളൂ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗുരുവിനേക്കാളും വലിയ ഗുരുക്കന്മാരാണ് ആര്? മാതാവും പിതാവും. അപ്പൊ നെവർ ഔട്ട്ഷൈൻ യുവർ മാത ആൻഡ് പിതാ. അല്ല, അങ്ങനെ ഒരു അർത്ഥം അതിന് വരത്തില്ലേ മക്കളെ? ഒന്ന് ഉറക്കെ പറ. ചാച്ച അത് പറയാൻ കാരണം എന്താണെന്നറിയോ? പല പിള്ളേർക്കും എന്ത് പറ്റുന്നറിയോ? ഇപ്പൊ
ചാച്ചയടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന മാതാപിതാക്കൾ പറയുന്ന ഒരു പരാതിയാണ്, നിങ്ങൾ ഈ തലമുറയല്ലല്ലോ അപ്പ അമ്മ, കഴിഞ്ഞ തലമുറയുടെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? വലിയൊരു ജനറേഷൻ ഗ്യാപ്പില്ലേ, ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ഞങ്ങൾക്ക് കഴിവുണ്ട്, ഒന്ന് മിണ്ടാണ്ടിരിക്കുക എന്ന് അപ്പനോടും അമ്മയോടും പറയുന്ന പിള്ളേർ ഒരുപാട് വളർന്നിട്ടുണ്ട്. എന്താ പറയുക, ദേ ട്രിവിലൈസ് ദെയർ പാരന്റ്സ്. പാരന്റ്സിനെ അല്പം കൊച്ചായി കണ്ടിട്ട് ഞങ്ങൾക്കാണ് കഴിവെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന ഒരർത്ഥവും കൂടെ ഇതിനകത്തുണ്ടോ ഭാവി? അല്ലെ, നെവർ ഔട്ട്ഷൈൻ യുവർ മാസ്റ്റർ എന്ന് പറയുമ്പോൾ, മാസ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ മാതാവും പിതാവും ഒക്കെ വരും. അപ്പൊ ഇവരൊക്കെ ഔട്ട്ഷൈൻ ചെയ്യരുത് എന്നുള്ളൊരു അർത്ഥവും കൂടെ ഉണ്ട് അല്ലെ. ഇനി അടുത്തൊരു ചോദ്യം ഞാനാണെങ്കിലും പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. ചോദ്യം ഇതാണ്, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഞാനിപ്പോ എന്റെ മാസ്റ്ററിനേക്കാളും കഴിവുള്ള ഒരാളാണ്, അത് മാസ്റ്ററിന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചു പോയാൽ അതുകൊണ്ട് എന്താ ദോഷം, എന്താണ് അപകടം? ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Suppose if I express my the ability and talent and everything in front of my master, showing that I am better than you or powerful than you, what is the consequences? ആ ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഏത് ബുക്കില്? നീ വായിച്ച ബുക്കില്? അതെ, ഞാൻ വായിച്ച ബുക്കില്. അത് റിയൽ ആയിട്ട് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇച്ചിരി ഉറക്കെ തന്നെ പറയണം കേട്ടോ, കിങ് ലൂയിസിന്റെ ഒരു കാലമായിരുന്നു അത്. കിങ് ലൂയിസിന്റെ കാലം നടന്ന കാര്യം, ചരിത്രത്തിൽ നടന്ന കാര്യം. കിങ് ലൂയിസ് 14. അപ്പോ ചരിത്രത്തിൽ നടന്നതാണ്. കിങ് ലൂയിസിന് കുറെ മന്ത്രിമാരുണ്ട്. അതിന് ഒരു ഹൈ പൊസിഷനുള്ള ഒരു മന്ത്രി മരിച്ചുപോയി. അപ്പോ ഫൊക്കേറ്റ് എന്ന് പറഞ്ഞൊരു മന്ത്രിക്ക് ആ മരിച്ചുപോയ മന്ത്രിയുടെ സ്ഥാനത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാണ്. മന്ത്രിയുടെ പേരെന്താ? ഫൊക്കേറ്റ് എന്ന മന്ത്രി. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിഞ്ഞൂടാ, ഇതാണെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോ ഫൊക്കേറ്റ് എന്ന് പറഞ്ഞ മന്ത്രിക്ക് മരിച്ചുപോയ മന്ത്രിയുടെ സ്ഥാനത്ത് കയറാൻ ഭയങ്കര ആശയാണ്. അപ്പോ ഈ മന്ത്രി രാജാവിനെ സോപ്പ് ഇടാൻ വേണ്ടി കുറെ ഐഡിയാസ് ഒക്കെ ആലോചിക്കുകയാണ്. അപ്പൊ ഈ മന്ത്രി എന്ത് ചെയ്തു, മന്ത്രിയുടെ കയ്യിലുള്ള എല്ലാം കാശ് വെച്ചിട്ട് മന്ത്രി വലിയൊരു ആഡംബരമായിട്ടൊരു പാർട്ടി രാജാവിന് വേണ്ടി ഒരുക്കി. ആ പാർട്ടിയിൽ കുറെ ഭയങ്കര വലിയ ആഡംബരമായ പാർട്ടിയാണ്, കുറെ കാശ് ചെലവഴിച്ചു. ആൻഡ് കുറെ VIP ആൾക്കാരും വന്നു. അപ്പൊ രാജാവ് ഫസ്റ്റ് രാജാവ് ഈ പാർട്ടി എൻജോയ് ചെയ്തു. പിന്നെയാണ് രാജാവിന് മനസ്സിലായ എന്നെക്കാളും കൂടുതൽ വലിയ ആൾക്കാരോടും മറ്റ് രാജ്യങ്ങളോടും കൂടുതൽ കണക്ഷൻസ് ഈ ഫൊക്കേറ്റിന് പറഞ്ഞ മന്ത്രിക്കാണുള്ളത്. എന്നെക്കാളും കൂടുതൽ മറ്റു ആൾക്കാരോട് കണക്ഷൻസ്, എന്നെക്കാളും കൂടുതലായിട്ട് കുറച്ച് പണവും ആഡംബരവും ഒക്കെ ഈ ഫൊക്കേറ്റിനാണ് ഉള്ളത് എന്ന് രാജാവിനൊരു ബോധ്യം വന്നപ്പോൾ രാജാവിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം രാജാവ് അല്ലേ ഒരു കിങ്, ആ കിങ്ങിനല്ലേ കൂടുതൽ കണക്ഷൻസ് പാടുള്ളൂ. രാജാവിന്റെ താഴെയുള്ള മന്ത്രിക്ക് എന്നെക്കാളും കൂടുതൽ വലിയ ആൾക്കാരോട് കണക്ഷൻസ് പറഞ്ഞപ്പോൾ രാജാവിന് അത് ഇഷ്ടമായില്ല. അപ്പൊ രാജാവ് എന്ത് ചെയ്തു, ഫൊക്കേറ്റ് എന്ന് പറഞ്ഞ മന്ത്രിനെ അറസ്റ്റ് ചെയ്ത് കൊല്ലാൻ പറഞ്ഞു. അപ്പം എന്താ പറഞ്ഞേ? അല്ല, അപ്പൊ രാജാവിന്റെ ഒരു രാജാവ് മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രിക്ക് രാജാവിനെ പ്രീതിപ്പെടുത്തി രാജപദവി കിട്ടണമെന്ന് കൊതിയായി. അതിനുവേണ്ടി മന്ത്രി വലിയ ഒരു എന്താ പറയാ ഒരു സദ്യയൊക്കെ ഒരുക്കി. പക്ഷെ ആ സദ്യ സമയത്താണ് രാജാവ് മനസ്സിലാക്കുന്നത് രാജാവിനേക്കാളും ഒരുപാട് കഴിവും ബന്ധങ്ങളും ഫ്രണ്ട്ഷിപ്പും സുഹൃത്തു വലയൊക്കെ മന്ത്രിക്കാ ഉള്ളതെന്ന്. അത് രാജാവിനെ പ്രകോപിപ്പിക്കുകയും അവസാനം ഈ രാജാവ് മന്ത്രിയെ കൊന്നു കളയാനുള്ള സാഹചര്യം പേടി വന്നു. എനിക്കില്ലാത്ത അയൽരാജ്യങ്ങളുടെ ബന്ധങ്ങളുമായിട്ട് മന്ത്രിക്ക് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, ഇദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ ചെയ്തതാണ്. പക്ഷേ രാജാവിന്റെ മനസ്സിൽ വേറൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു ഇല്ലേ. അപ്പൊ അതേപോലെ ഒരു ഫീല് നമ്മൾ ഗുരുക്കന്മാർക്ക് കൊടുക്കരുതെന്നാണ് ബാബി പറഞ്ഞു വരുന്നത്. അതായത് എനിക്കെല്ലാം അറിയാം, ഞാൻ നിങ്ങളെ കഴിഞ്ഞ് വലിയവനാണ്, നിങ്ങൾ പഠിപ്പിച്ചിട്ടല്ല ഞാൻ ഇത്രയായത്, എനിക്ക് ജന്മനാ അല്ലെങ്കിൽ കഴിവുണ്ടെന്ന് ഗുരുവിനെ അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അവരെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ ബന്ധത്തിന് വിള്ളലുണ്ടാവുന്നു. ഒരിക്കലും ഗുരുക്കന്മാരോട് അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. ഗുരുവിന്റെ മുമ്പിൽ മാത്രമല്ലേ, ഗുരു ഇല്ലാത്തപ്പോ നമുക്ക് നമ്മുടെ എബിലിറ്റി പ്രകടിപ്പിച്ചൂടെ? നമ്മുടേതായ എബിലിറ്റി ഒക്കെ ഗുരു ഇല്ലാത്തപ്പോ നമുക്ക് പ്രകടിപ്പിക്കാം. കാരണം അതല്ലേ നമ്മുടെ എബിലിറ്റി, ഇന്റലിജൻസ്. പക്ഷെ ഗുരുയുടെ മുന്നിൽ മാത്രം ഗുരുവാണ് ഗ്രേറ്റ്, ഗുരുവാണ് എവറിത്തിങ് എന്ന് നമ്മള്. പിന്നെ കുറച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ചിട്ട്? വേറെ എന്തെങ്കിലും എക്സാമ്പിൾ അങ്ങനെ എന്തെങ്കിലും? വേറെ എനിക്കറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞായിരുന്നു. അയ്യോ എനിക്കത് അറിഞ്ഞൂടാ. ഇത് ഗലീലിയോ എന്ന് പറഞ്ഞ ഭയങ്കര ഫേമസ് സയന്റിസ്റ്റ് ആണ്. ഈ റെനൈസൻസിന്റെ സമയത്തൊക്കെ സയന്റിസ്റ്റുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, എളുപ്പമല്ല ജീവിക്കാൻ. അപ്പോ
ഗലീലിയോ പുതിയ പുതിയ ഡിസ്കവറീസ് ഉണ്ടാക്കുമ്പോൾ രാജാക്കന്മാർക്ക് ചെന്ന് കൊടുക്കും, ആ ഡിസ്കവറി പ്രസന്റ് ചെയ്യും. രാജാക്കന്മാർ കാശിന് പകരം ഗിഫ്റ്റ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ ഗലീലിയോയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം ഗലീലിയോ ആളുടെ ഈ എന്താ പറയാ എക്സ്പെരിമെന്റ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാശ് തന്നെ വേണം, എന്നാലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ രാജാക്കന്മാർ കാശ് കൊടുക്കൂല. കാര്യം ഇവൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന താല്പര്യമില്ല, മാത്രമല്ല അവനങ്ങനെ വളരെയും വേണ്ട. അതുകൊണ്ട് വെറുതെ ഗിഫ്റ്റും കൊടുത്തിട്ട് അവനൊന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്ന സ്വഭാവമായിരുന്നു രാജാക്കന്മാർക്ക്. കറക്റ്റ് പറഞ്ഞോ. അപ്പോൾ ഇവിടെ ഗലീലിയോ ജൂപ്പിറ്ററിന്റെ ഡിസ്കവറി കണ്ടുപിടിച്ചു. ജൂപ്പിറ്ററിന്റെ 3 മൂൺസിനെ പറ്റിയും ഗലീലിയോ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഗലീലിയോ ഈ ഡിസ്കവറി പ്രസന്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് മെഡിക്കിസ് എന്ന് പറഞ്ഞ ഡൈനസ്റ്റി ഉണ്ട്. അപ്പോൾ ഗലീലിയോ ഇവിടെ ബുദ്ധി ഉപയോഗിച്ചു. ഗലീലിയോ ആ ജൂപ്പിറ്ററിന്റെ മൂൺസിന്റെ ഇത് മെഡിക്കിസ് എന്ന് പറഞ്ഞ ഡൈനസ്റ്റി ആയിട്ട് ലിങ്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു മെഡിക്കിസിന്റെ ഫസ്റ്റ് കിങ് എങ്ങാണ്ട് കോസ്മോ സംതിങ് എങ്ങാണ്ടാണ് പേര്. അപ്പോൾ ആ ആളുമായിട്ട് ജൂപ്പിറ്ററിന്റെ ഇത് ലിങ്ക് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള 3 മൂൺസ് ആളുടെ മക്കളാണ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. അങ്ങനെയായിട്ട് ലിങ്ക് ചെയ്തിട്ട് ജൂപ്പിറ്ററിന്റെയും മെഡിക്കിസിന്റെയും ഒരു സിമ്പിൾ ഉണ്ടാക്കി, എംബ്ലം ഒക്കെ ഉണ്ടാക്കിയിട്ട് മെഡിക്കിസിന് അത് ചെന്ന് പ്രസന്റ് ചെയ്തു ഗലീലിയോ. അത് കണ്ടപ്പോൾ അവിടുത്തെ എംപറർ, അവിടുത്തെ രാജാവിന് ഭയങ്കര പൊന്തിയ പോലെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ഭയങ്കര വലിയ ആളാണല്ലോ. കാരണം ജൂപ്പിറ്ററിനെയും ഇയാളുടെ മെഡിക്കിസിനെയും ലിങ്ക് ചെയ്തപ്പോഴത്തേക്കും ഹി റിയലി ഫെൽറ്റ് ഓവർവെൽഡ്. ആ ഒരു സന്തോഷം കാരണം, ഗലീലിയോ അങ്ങനെ ചെയ്തത് കാരണം, അങ്ങനെ റൈറ്റായ രീതിയിൽ സോപ്പിട്ടത് കാരണം. നമ്മൾ സോപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ റൈറ്റായ രീതിയിൽ സോപ്പിടണം. അല്ലാതെ തെറ്റായ രീതിയിൽ സോപ്പിട്ട മറ്റേ ഫക്കേറ്റ് പോലെ ആയി പോകും. അപ്പൊ റൈറ്റായ രീതിയിൽ നമ്മൾ ഫ്ലാറ്റർ ചെയ്ത് സോപ്പിട്ടപ്പോ ആ കാശും കൊടുത്തില്ല, ഗിഫ്റ്റും കൊടുത്തില്ല. ബട്ട് ആ കിങ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കിങ്ങിന്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആൻഡ് മാത്തമാറ്റീഷ്യൻ ആയിട്ട് ഗലീലിയോനെ അപ്പോയിന്റ് ചെയ്തു വിത്ത് മന്ത്ലി സാലറി. സൂപ്പർ. വളരെ മനോഹരമായ ഒരു മോറൽ ഉള്ള ചരിത്രമാണ്. നേരത്തെ മന്ത്രി പാവം, അവർക്ക് അതിന് വിവേകക്കുറവുള്ളതുകൊണ്ട് എന്റെ ഗമ കാണിക്കാൻ വേണ്ടി വലിയ ആഡംബരം കാണിച്ചു. അത് പക്ഷെ രാജാവിന് ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു. അതുകൊണ്ട് അയാള് കൊല്ലാൻ പുറപ്പെടുവിച്ചു. പക്ഷെ ഗലീലിയോ സ്മാർട്ട് ആയിരുന്നു. 2-3 എക്സ്പീരിയൻസിന് ശേഷമാണ് സ്മാർട്ട് ആയത്. കാര്യം ആദ്യം കൊണ്ടുകൊടുത്ത് ഗിഫ്റ്റ് കൊടുത്തു വിട്ടു, പിന്നത്തെ എക്സ്പെരിമെന്റിന് ഗിഫ്റ്റ് കൊടുത്തു വിട്ടു, പിന്നെയും കൊടുത്തു. അങ്ങനെ ആയപ്പോൾ ആള് ചിന്തിച്ചു, ഇതിപ്പോ ഗുരുവിനേക്കാൾ ഞാൻ അല്ലെങ്കിൽ രാജാവിനേക്കാൾ മിടുക്കനാണ് ഞാനെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ എന്നെ പ്രിവിലൈസ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എത്രത്തോളം മിടുക്കനായാലും അതിനെല്ലാം കാരണം രാജാവാണെന്ന് കാണിച്ചേക്കാം. ഗുരുവെ നമിച്ചു എന്റെ ഗുരു. അതുകൊണ്ടാണ് നമ്മള് പാവം ഒന്നിനില്ല, ഗുരു എല്ലാ ഗുരുവാണെന്ന് അപ്പം ഇതിനകത്ത് മാതാപിതാക്കളോട് മക്കൾ പെരുമാറുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നെവർ ഔട്ട്ഷൈൻ യുവർ പേരൻസ് ആൻഡ് നെവർ ഔട്ട്ഷൈൻ യുവർ എന്താ പറയാ ടീച്ചേഴ്സ്, മാസ്റ്റേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ പോലും, അതായത് പബ്ലിക്കിൽ ഒരിടത്ത് നമ്മൾ പെട്ടു, നമ്മൾ ഷൈൻ ചെയ്യേണ്ട ഒരു സ്ഥലമാണെങ്കിൽ പോലും ക്രെഡിറ്റ് ബിലോങ്സ് ടു മാസ്റ്റർ. അവിടെ മാസ്റ്റർ ഉണ്ടെങ്കിൽ ഐ ലേൺ എവറിത്തിങ്, യെസ് മാസ്റ്റർ ഉണ്ടെങ്കിൽ ഐ ലേൺ എവറിത്തിങ് ഫ്രം ദിസ് മാസ്റ്റർ എന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഐ ലേൺ എവറിത്തിങ്. അതിപ്പോ കണ്ടില്ലേ ഒരാൾ നമിച്ച് കളഞ്ഞത്, അത് ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നമിക്കേണ്ട കാര്യമില്ല. അപ്പൊ മാരിയോ ഇവിടെ ഇരുന്നത് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാനിപ്പോ ചേട്ടാനിക്ക് വലിയ സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ ചേട്ടയ്ക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എനിക്കൊരു ഫീലിംഗും ഇല്ല. ഞാൻ അത്രയും സന്തോഷമാണ്. കാരണം ഞാൻ ഇന്റലിജന്റ് സ്മാർട്ടും ആയ ഒരാളെ അവളെ തെരഞ്ഞെടുത്തത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. റിയാലിറ്റി പറഞ്ഞതോ അല്ല, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റുഡന്റ് അല്ല. ഫ്രണ്ട്ഷിപ്പ് മാക്സിമം പാടുള്ളൂ അല്ലെ, അങ്ങേയറ്റം പോയാൽ ഭയങ്കര ഫ്രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഈ മാസ്റ്റർ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വെരി ഗുഡ്. എനിക്കിപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന, എന്നിൽ നിന്ന് ഇവര് പഠിച്ച ഒരു ക്യാരക്ടർ, എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആകെ ഉള്ളത് ഇതാണ്. ഞാൻ ഇപ്പോഴും ഇവരോടുള്ള പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് ദേഷ്യം വരും, ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ ഇപ്പോഴൊക്കെ വളരെയധികം ഞാൻ കൺട്രോൾഡാണ്. ഞാൻ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നില്ല മക്കളെ. ഞങ്ങളോട് കൺട്രോൾ ആണ്, അവിടെ അത്ര കൺട്രോളിങ് അല്ല. ഇന്ന് വേണമെങ്കിൽ ഒരു ഐസ്ക്രീം മേടിച്ചാൽ സത്യം പറഞ്ഞിട്ട് അപ്പൊ മക്കളോട് കൺട്രോളാണ് കേട്ടല്ലോ.
ഇച്ചിരി കൺട്രോൾ പഠിക്കണം. അപ്പൊ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടേട്ടാ എന്നെ മാത്രമല്ല പറഞ്ഞത്. അപ്പം അങ്ങനെ അപ്പൊ അതില് അമ്മേനെ ഫോളോ ചെയ്യുന്നവരാണ് കൂടുതലും മക്കള്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, അതായത് ഒച്ചത്തിൽ സംസാരിക്കും. അപ്പൊ അതേ ഒരു ഒച്ച ഇവര് ചില സമയത്ത് വഴക്കിടുമ്പോ ഞാൻ ഇവര് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം ആ ശബ്ദത്തില് അതേ ഓളിയത്തിലൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ഫീലിംഗ് വന്നു. കാരണം എനിക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, അത് എന്നിൽ നിന്ന് കിട്ടിയതാ, എന്റെ ക്യാരക്ടറിൽ നിന്ന് കണ്ടുപഠിച്ച ഒരു വലിയൊരു ഡിസ്ക്വാളിറ്റി, എന്താ പറയാ, ഒരു ഇതാണ് അവർ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കത് ഭയങ്കര ഇപ്പോഴും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇവളിപ്പോ +1 ആയി, ഇവളിപ്പോ 9th ഏകദേശം ഒരു ക്യാരക്ടർ ഫോർമേഷനൊക്കെ ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോഴേക്കും എന്റെ ഈ ഒരു ക്യാരക്ടർ അവർ അബ്സോർബും ചെയ്ത് കഴിഞ്ഞു, അവർ പഠിച്ചു എടുത്തു. സത്യമാണ് കേട്ടോ. അതായത് എന്റെ ഭാര്യ ഇച്ചിരി വല്ലാതെ ഒച്ച വെച്ച് സംസാരിക്കും ദേഷ്യം വരുമ്പോ. അത് ഭാര്യയെ ഞാൻ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് ആ സ്വഭാവം, അപ്പൻ ആ സ്വഭാവം. അവളുടെ അമ്മ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ അമ്മയ്ക്ക് അതിലും വലിയ ശബ്ദം. അപ്പൊ ഇത് ഇന്നേറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പലപ്പോഴും ആളോട് പറയുന്നൊന്ന് കുറക്കണേ, മക്കള് കാണും, മക്കള് പഠിക്കും, മക്കള് കാണും, മക്കള് പഠിക്കും. പക്ഷെ ഇപ്പൊ അവസാനം എന്തായി, മക്കൾ അത് അങ്ങനെ തന്നെ അത്യാവശ്യം പഠിച്ചു വെച്ചിട്ടുണ്ട് ദേഷ്യം വരുമ്പോ. ഞാൻ രാത്രി ഓർമ്മയുണ്ടായിരുന്നു, അതാണ് ഓർമ്മയുണ്ടായിരുന്നു. ഉറങ്ങാൻ കിടന്ന ഞാൻ ചാടി എഴുന്നേറ്റപ്പോ ഞാൻ വന്നാൽ നിങ്ങൾക്ക് അടി കിട്ടുന്ന കണ്ടപ്പോ അമ്മ ഓടി വന്ന് ഒച്ച വെച്ച് സോൾവ് ചെയ്ച്ചു പോകുന്നു. കൈകൊണ്ടൊരു അടി കിട്ടി, അത് വേണം. അല്ലാതെ ഞാൻ എന്റെ കൂടെ ഭയങ്കര വേണം. അവളിങ്ങനെ കൈ അടിക്കുമ്പോഴുള്ള ഈ മുട്ട് വെച്ചൊരു മുക്ക്, ഈ മുട്ടിലോട്ട് എന്റെ കൈ അങ്ങ് കയറി ഇടിച്ചിട്ട് ആരാണ് ചെയ്തത്? ബാബിയുടെ മുട്ട് എന്റെ അമ്മ എനിക്ക് അന്ന കൈ അനക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴാണ് ഞാനത് അറിയുന്നത് കിട്ടിയെന്നുള്ളത്. ഒച്ച വെച്ചതും അമ്മയെ ഓടിച്ചു വിട്ടതും ഞാനാണ്. പക്ഷേ അമ്മ വന്ന് ഓരോന്ന് തന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ തിരുത്താനുണ്ട് കുട്ടൂസേ, ഇതെല്ലാ പേരൻസും കേട്ടോ. ഇത് തിരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ വലത്തെ കൈ കൊണ്ട് നമ്മൾ മക്കളെ അടിക്കരുത്, അടിക്കരുത് കൈകൊണ്ട്. കാരണം ഈ കൈ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കാണ്. അല്ല കാര്യമായിട്ട് കൈ കൊണ്ട് അടിക്കരുത്. ദേഷ്യം വന്ന ഒരു ചെറിയ വടി തന്നെ എടുക്കണം, എന്നിട്ട് അത് മുട്ടിന് താഴെ കണങ്കാലിന് മേളിലായിട്ടുള്ള ഏരിയയിൽ നോക്കി അടിക്കണം. അടിക്കാം, പക്ഷെ അങ്ങനെ കൈ കൊണ്ട് പിന്നെ അടിക്കേണ്ട നിയമം എന്താ പറഞ്ഞിരിക്കുന്നറിയോ? കൊച്ചുങ്ങൾ അടിക്കേണ്ട നിയമം, കൊച്ചുങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് അപ്പൊ പോയി അടിക്കരുത്. കൊച്ചുങ്ങൾ കുരുത്തക്കേട് കാണിച്ച കണ്ട നമ്മൾ പോയി ഒരു വടി വെട്ടി ഒരു 10 മിനിറ്റ് അടങ്ങിയിരിക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ പോയി തല്ലണം എന്നാണ് കണക്ക്. ഞാനൊരു ചോദ്യം, ഇവർ കുരുത്തക്കേട് കാണിക്കുന്നത് നീ കണ്ടു, ഒരു വടിയും വെട്ടി വന്ന് 10 മിനിറ്റ് ഇരുന്ന പിന്നെ പോയി തല്ലോ? ദേഷ്യം കുറയും. അപ്പൊ ദേഷ്യം പറഞ്ഞാൽ തല്ലൂല. അപ്പൊ ഇവരെ നേരത്തെ നീ തല്ലിയത് ഇവരുടെ കുറ്റം തിരുത്താനോ നിന്റെ ദേഷ്യം തീർക്കാനോ? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു ഭൂലോക മണ്ടത്തരമാണ് അവരുടെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണമായി മക്കളെ എടുക്കും. കാര്യം മക്കള് പ്രതികരിക്കാൻ പറ്റൂല, കുട്ടികളല്ലേ, എന്നെ പ്രതികരിക്കാൻ പറ്റും. അപ്പൊ എല്ലാം കേട്ട് സഹിച്ച് കരയാൻ ഇവരുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇവരെ പോയി തല്ലും. അമ്മനെ ഞാൻ വൈകുന്നേരത്ത് അതിൽ എണ്ണുന്നില്ല ഞാൻ, കാര്യം അത് ഒച്ച കൂടി പോയതിന്റെയാണ്, അത് വേറെ. പക്ഷെ പൊതുവെ പാരന്റ്സ് അറിയേണ്ട ഒരു കാര്യമാണ്, ഈ അനുഗ്രഹിക്കാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൈകൊണ്ട് തല്ലരുത്. ഇനി തല്ലേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ശാന്തമായി ഇരുന്നിട്ടേ പോയി തല്ലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ ഇമോഷണൽ ചൂടിൽ ആ ദേഷ്യത്തിൽ പോയി തല്ലിയാൽ വെറുതെ കണ്ട ചിലപ്പോൾ തെങ്ങിന്റെ പട്ടലൊക്കെ എടുത്തിട്ടായിരിക്കും തല്ലുന്നത്, ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ തല്ലിയതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ വരെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് ഒരു കൊച്ചിനൊപ്പം തല്ലിയിട്ട് തലക്ക് ഇഞ്ചുറി വന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പാന് എറിഞ്ഞിട്ട് കണ്ണുപൊട്ടിപ്പോയ ഒരുത്തിന്റെ ജീവചരിത്രമൊക്കെ വായിച്ചു. അപ്പൊ ഇതൊക്കെ പെട്ടെന്നുള്ള ഇമോഷണൽ ദേഷ്യത്തിൽ നമ്മൾ കൊടുക്കുന്ന ശിക്ഷണമാണ്, അത് പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞൊരു 5-10 മിനിറ്റ് അടങ്ങിയിരിക്കുക ദേഷ്യം വരുമ്പോൾ. ചാച്ച പലപ്പോഴും അങ്ങനെയല്ലേ, ഓൺ ദ സ്പോട്ടിൽ വന്ന് അടിച്ചിട്ടുണ്ടോ? അല്പം വെയിറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ, പറഞ്ഞ് തിരുത്തിയിട്ടൊക്കെ അല്ലേ അടിച്ചിട്ടുള്ളൂ അല്ലേ? ചാച്ച അടിച്ചിട്ട് കുറെ നാളായി. അപ്പൊ എനിക്ക് വീണ്ടും ക്രെഡിറ്റ് അല്ല, ലൈവില് പറഞ്ഞതാണല്ലോ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ചാച്ചയുടെ പരിപാടി. ചാച്ച വേർഡ്സ് കൊണ്ട് കളിക്കും. അഭി അതേ ഇമോഷണലി ബ്ലാക്ക് മെയിൽ. അപ്പൊ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗും കുടുംബത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മക്കളോട്. എനിക്ക് പറ്റിയൊരു തെറ്റാണെന്ന് കൊച്ചു കഴിഞ്ഞ ലൈവിൽ പറഞ്ഞു. ഞങ്ങളത് പിന്നെ ഇവിടുന്ന് ലൈവൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് അതൊക്കെ പറഞ്ഞ് തിരുത്തി റെഡിയാക്കിയതാണ്. സോ അത് ഓരോ പേരന്റ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ ചാച്ചിയിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും നല്ല ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ചാച്ചിയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്?
അച്ഛനിൽ നിന്ന് വിളിച്ച ഗുഡ് ക്വാളിറ്റി ഇതേ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കാം, പ്രസംഗിക്കാം. അപ്പൊ ചാച്ചയിൽ നിന്ന് പഠിച്ച ഗുഡ് ക്വാളിറ്റിയാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ, ലൈവില് പോലും വന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നുള്ളതല്ലേ? അപ്പൊ അമ്മയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പറയില്ല. കൈൻഡ് ഹാർട്ട്. ചാച്ചനാണ് കുറച്ച് കൈൻഡ് അമ്മയാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ പറ. എന്തെങ്കിലും ഉദാഹരണം? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു ദിവസം ഈ ഞങ്ങളുടെ വീട്ടിൽ ഇടക്കിടക്ക് ധനസഹായം ചോദിച്ചിട്ട് ഒരാൾ വരുമായിരുന്നു. ഇടക്കിടക്ക് വരും. അവസാനം എനിക്ക് മനസ്സിലായി അവർ അതിന് അർഹരല്ല, കൊടുക്കണ്ട. ഒരു ദിവസം അവർ വരുന്ന ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു അവർ വരുന്നുണ്ട്, ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ ഭാര്യ ചെയ്ത പണിയെങ്കിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ബാക്കിലേക്ക് പോയി വീടിന്റെ കാര്യം, ഞാൻ അവിടെ ഇല്ലാന്ന് ആ സ്ത്രീ വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ ഭാര്യ ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ധനസഹായം കൊടുത്തിട്ട് പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? ചേട്ടായി അറിയണ്ടെന്ന്. അങ്ങനെ അമ്മ പലതും ചെയ്തിട്ടുണ്ട്. ആൾക്കാരെ സഹായിച്ചിട്ട് പിന്നെ ചാച്ചടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലേ? പിന്നെ നല്ല മൂഡിലായിരിക്കുമ്പോ പറയും. അതൊരു കൊള്ളാവുന്ന ക്യാരക്ടറാണെന്ന് വെച്ചാൽ കൊള്ളാവുന്നതാണ്. പക്ഷെ ചിലരത് മുതലെടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം. അതായത് അമ്മയുടെ കൈൻഡ് ഹാർട്ട് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ചൂഷണം ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവിടെയാണ് ഞാൻ നോ പറയാറുള്ളത്. അല്ലാതെ ജെന്യൂനായ ആളുകളുടെ അടുത്ത് നോ പറയില്ല. പക്ഷെ അതിപ്പോഴും ഞാൻ പറയുന്നു, പരസ്യമായിട്ട് 1000 ആളുകൾ കേക്കെ പറയുന്നു, കുട്ടൂസ് എന്ത് ചെയ്യണം എന്നറിയോ? നീ നന്മ ചെയ്യുന്നതിന് ഞാൻ ഒരിക്കലും എതിരല്ല, എന്റെ മക്കളും ഒരിക്കലും എതിരല്ല. പക്ഷെ അർഹതപ്പെട്ട സ്ഥലത്താണെന്ന് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇമോഷണലി അവർ വന്ന് കഴിയുമ്പോൾ അയ്യോ പാവെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇന്ന് പഠിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് RCCയിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോരുക. എന്റെ കയ്യിൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒരുത്തന്നെ എന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര കരച്ചില്ല. അവൻ കണ്ണൂരിൽ നിന്ന് RCCയിൽ വന്നതാണ്, തിരിച്ചു പോകാൻ വണ്ടി കാശില്ല, എനിക്ക് കള്ള ട്രെയിനിൽ കയറാൻ പേടിയാണ്, ഒരു 100 രൂപ തരണം പറഞ്ഞു. ഞാൻ എന്റെ കയ്യിലുള്ള 100 രൂപ അവൻ എടുത്തു. ആകെ അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന സീറ്റിൽ ഭയങ്കര തിരക്കായപ്പോ അപ്പുറത്തെ ബോഗിയിലേക്ക് ഞാൻ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇതേ ചങ്ങാതി ഇതേ കഥയായിട്ട് എന്റെ അടുത്ത് വീണ്ടും കൈനീട്ടി വന്നു. ഞാൻ കണ്ണൂരിൽ നിന്ന് വന്നാണ്, RCCയിൽ വന്നാണ്, വണ്ടിക്കാശില്ലാന്ന് വേണ്ട. എനിക്ക് എന്തോ ആയിപ്പോയി. അന്ന് ഞാൻ തീരുമാനിച്ചു പെട്ടെന്ന് ആരെയും വിശ്വസിക്കരുത്. കാരണം എന്റെ കയ്യിലുള്ള മുഴുവനായിരുന്നു എടുത്തു കൊടുത്തത്. അതുകൊണ്ട് കുട്ടൂസിനെ ചൂഷണം ചെയ്യാൻ ആളുകൾ വരാം. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അങ്ങനെ ചെയ്യരുത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ ഭാവി പറയാൻ വന്നേ? ഓക്കെ, അങ്ങനെ വേറെ എന്തോ ഞാൻ ശരിക്കൊരു കാര്യം പറയാൻ വന്നു, പെട്ടെന്ന് മറന്നുപോയി. എന്തോ ഒരു മറവിയാ നോക്കിയാണേ നമ്മൾ സംസാരിച്ചത്. പെട്ടെന്ന് ഈ RCCയിലെ 100 രൂപയുടെ കാര്യം ഓർത്തായിരിക്കണം. അങ്ങനെയല്ല. ഓക്കെ, എന്തോ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ നേരത്തെ ഭാവി പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞേക്കും. നീ എന്തെങ്കിലും കമന്റ് വല്ലതും വായിച്ചിട്ടാണ്? ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ whenever you say something you must say truth. Okay, if you are opening your mouth, open your mouth only with truth, but it doesn't mean that you must say all the truth. മനസ്സിലായോ? മനസ്സിലായില്ല. നമ്മൾ എന്തെങ്കിലും വാ തുറന്ന് പറയുകയാണെങ്കിൽ സത്യമേ പറയാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ സത്യവും വിളിച്ചു പറയണമെന്ന് അർത്ഥമില്ല. കാരണം എന്നെ സത്യം അപ്രിയം എന്നുണ്ട്. ചില സത്യങ്ങൾ അപ്രിയമാണ്, മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന സത്യമാണെങ്കിൽ അത് പറയേണ്ടതല്ല. പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു ഗുണവും ഇല്ല എങ്കിൽ നമ്മൾ പറയാതിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ആ മാസ്റ്റർ ശിഷ്യ ബന്ധത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം. ശിഷ്യന് കഴിവുണ്ട്, ശിഷ്യൻ മിടുക്കനാണ്, ശിഷ്യൻ എല്ലാത്തിനും ഉണ്ടെങ്കിൽ അത് സത്യമാണ്. പക്ഷെ ആ സത്യം മാസ്റ്ററിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വെളിവാക്കരുത്. ചിലപ്പോൾ കൊച്ചുങ്ങളാണെങ്കിലും അവർ മാതാപിതാക്കളെക്കാളും സ്മാർട്ട് ആയിരിക്കാം. കാരണം സ്മാർട്ട് ഫോൺ ആണല്ലോ കയ്യിലുള്ളത്. ഗൂഗിള് നന്നായിട്ട് അറിയാം, എല്ലാ സൂത്രങ്ങളും അറിയാം. പക്ഷെ ആ സത്യം മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ വെളിവാക്കരുത്. നിങ്ങൾക്ക് എന്തെന്ന് അറിയാമോ, ഒന്നും മിണ്ടാണ്ടിരിക്കാമോ, പഴഞ്ച കഥ കൊണ്ട് വന്നേക്കണു എന്ന് അമ്മയോടോ അപ്പനോടോ മക്കൾ പറയാൻ പാടില്ല. ഒരുപക്ഷെ ഈ രാജാവ് ചെയ്ത പോലെ അപ്പനും അമ്മയ്ക്കും നമ്മളെ ശിക്ഷിക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല മക്കൾക്ക്. പക്ഷെ അവരേങ്ങുന്ന ഒരു ഏങ്ങല്, അവര് അനുഭവിക്കുന്ന ഒരു സങ്കടം, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തില്ല. മാതാപിതാക്കളുടെ ഏങ്ങൽ, അതായത് മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനുഗ്രഹം അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹം തടസ്സപ്പെടുമെന്നത് 100% ഉറപ്പാണ്.
അതുകൊണ്ട് നെവർ ഔട്ട്ഷൈൻ യുവർ പേരൻസ് ഓൾസോ. അതും കൂടിയാണ് എനിക്ക് ക്ലാസ്സിൽ വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഞാൻ ബാബിയോട് ഞാനോടും കൂടെ ഇവരെ എല്ലാ ഈ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ മുമ്പിൽ വെച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ അമ്മയും ചാച്ചിയും ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, മരുന്ന് മേടിച്ചു കൊടുക്കുന്നു, ഫോൺ കൊടുക്കുന്നു, മറ്റു പല സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകാറുണ്ടോ? ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ അവർക്ക് കൊടുക്കുവാണോ, ഞങ്ങളെ നോക്കുന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് കൊടുക്കുമ്പോ ഇതൊക്കെ നമുക്ക് കൂട്ടി വെച്ചൂടെ, അങ്ങനെയൊക്കെ ഒരു ചിന്ത തോന്നാറുണ്ടോ? ഇല്ല. അല്ല ഉള്ള സത്യം പറ. ഇല്ല ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ അമ്മ പറയുമ്പോഴേ അങ്ങനെ ചിന്തിക്കുന്നു. എന്തിനാ ആവശ്യമില്ല വല്ല കാര്യമുണ്ടോ? എന്നാലും അങ്ങനെ, അതായത് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്ന് അറ്റ്ലീസ്റ്റ് പറയാം. അതൊരു ക്വസ്റ്റ്യൻ വന്നോണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ഒറ്റപ്പെടുത്തിയ ഒരു ഫീൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ? അല്ല, ഞാനുന്റെ പപ്പ അമ്മയെ സോപ്പിടാൻ എന്തൊക്കെയാ ചെയ്യാറെന്ന് പറഞ്ഞു തരാമോ? ചാച്ച അമ്മയെ സോപ്പിടാനാ? ആ മൊബൈൽ കിടക്കുന്നു. ചാച്ച അമ്മയെ സോപ്പിടാൻ അമ്മ അവിടെ വന്നിരിക്കുമ്പോ അമ്മയ്ക്ക് എപ്പോഴുള്ള പരാതി, അമ്മ ഈ ഓഫീസിലെ ജോലി ചെയ്യുമ്പോ ചാച്ചിനെയാണ് കൂടുതൽ അമ്മയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോ ചാച്ചയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് അമ്മ മടുത്തിരിക്കുമ്പോ ചിലപ്പോ ചാച്ച പറയും വെള്ളം എടുത്തോണ്ട് പോവാ, അങ്ങനെ എല്ലാം പറയും. അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പൊ അമ്മ എപ്പോഴും പറയും ചാച്ച ഒരിക്കലും അങ്ങനെ സ്നേഹിക്കാറില്ല, മനസ്സിലാക്കാറില്ല ഞാൻ എത്ര മടുത്തിരിക്കാന്ന്. അപ്പൊ ചില സമയത്ത് പറയാ അമ്മേനെ സോപ്പിടാൻ വേണ്ടി ചാച്ചയാണെങ്കിൽ പതിയെ പോവും, അമ്മേനെ കെട്ടിപ്പിടിക്കും, അമ്മേനെ അവിടെ ഇരുന്നിട്ട് പറയുമോ നന്നായിട്ട് ചെയ്തു, അങ്ങനെയാണ് വെറുതെ സ്നേഹിക്കും. പിന്നെ ചിലപ്പോ ചിലപ്പോ അമ്മ പിണങ്ങിയിരിക്കുമ്പോ ചാച്ച പോയി പിടിച്ച് വലിച്ചോണ്ടൊക്കെ പോവും. ഇപ്പൊ അമ്മ താഴെയാണ് കിടക്കുന്നെങ്കിൽ ചാച്ചയാണെങ്കിൽ വന്നിട്ട് അമ്മേനെ വിളിച്ചോണ്ട് മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോകും. പിന്നെ 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 അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സോപ്പിടുന്നത്. ചിലപ്പോ ഔട്ടിങ് കൊണ്ടുപോവാ. അതന്നെ. ഒരു ദിവസം അമ്മ രാത്രി 9 മണിയായപ്പോ അമ്മയ്ക്കും വിശക്കായിരുന്നു. അമ്മ സാധാരണ ഫുഡ് കഴിക്കാറില്ല, അമ്മ വല്ലപ്പോഴേ രാത്രിയൊക്കെ കഴിക്കാറുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പൊ പറയാ ചമ്മന്തി ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നുപോയി. തീർന്നുപോയപ്പോ അമ്മയ്ക്കാണെങ്കിൽ ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. അത് തീർന്നുപോയി. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ അമ്മേനെ ശരിക്കും പറഞ്ഞ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മേനെ കുഞ്ഞു കൊച്ചു പോലെയായിരുന്നു അമ്മ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നത്. എനിക്ക് ചോറില്ല, എനിക്ക് ഒന്നും വേണ്ട, വിശക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചാച്ചയാണെങ്കിൽ അമ്മേനെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെല്ലാരും വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടെ ഏതൊരു പോകുന്ന വഴിക്ക് കട അടയ്ക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ അവിടെ ചെന്ന് ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരു ബീഫ് കറിയും ബിരിയാണിയൊക്കെ മേടിച്ചങ്ങ് കൊടുത്തു. പിണക്കം മാറി. അത് അങ്ങനെ മാത്രമല്ല, എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. അത് ഇവള് അഡോണ അമ്മയുടെ വയറ്റിലുള്ളപ്പോ ഒരു ദിവസം എന്റെ അടുത്ത് അമ്മ വന്നിട്ട് പറയും എനിക്ക് കരിക്ക് തിന്നണം പറഞ്ഞു. കരിക്ക് തിന്നണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ അത് മഴക്കാലം കരിക്കൊന്നും കിട്ടൂല്ലോ, എനിക്ക് കരിക്ക് തിന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞാ ഇങ്ങനെ കരിക്ക് എന്റെ ഭാര്യ ചോദിക്കുന്നു കൂടെ. അപ്പൊ അവൻ പറഞ്ഞു എവിടുന്നെങ്കിലും കരിക്ക് ഒപ്പിച്ചു കൊടുക്കണം, ഗർഭിണി ആയിരിക്കുമ്പോഴാണ് കരിക്ക് വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ കൊച്ച് കരിക്ക് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഓടി നടക്കുമ്പോൾ മേടിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഭാവി വയറ്റിലുള്ളപ്പോ ചാച്ചക്ക് ഒരു എൻഡൈസർ എന്ന് പറഞ്ഞ ബൈക്കും എടുത്തിട്ട് ചാലക്കുടിയിൽ നിന്ന് കരിക്കും പരതി പോയി അങ്കമാലിയും കഴിഞ്ഞ് വേറെ ആലുവയ്ക്ക് അടുത്ത് വരെ ചാച്ച പോയി. ഒരു വലിയ കുഴിയിലൊക്കെ ചാടി ബൈക്ക്. ഓർമ്മയുണ്ടോ നിനക്ക്? പക്ഷെ അവസാനം ഞാൻ കരിക്ക് മേടിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ അത് സോപ്പിടലൊന്നല്ല, റിയാലിറ്റി. ഒരാൾക്ക് ഭയങ്കര കൊതി വന്ന പിന്നെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ ഇവള് കുഞ്ഞിലെ കരിക്കേ ഇപ്പോഴും ഇഷ്ടമല്ലേ? നൊങ്കും കരിക്കും ഇഷ്ടമാണ്. കരിക്കിന്റെ അകത്തുള്ള സാധനം ഇഷ്ടമല്ലേ, പിന്നെ നൊങ്കും. അപ്പൊ നിനക്കതുണ്ട്, അത് വയറ്റിന്ന് കിട്ടിയ ഒരു സാധനമാണ് കേട്ടോ കരിക്കുക. എന്നെ മാത്രല്ല ചാച്ച സോപ്പിടുന്നേ. ആ ചാച്ച ഇവർ രണ്ടുപേരും സോപ്പിടും. ഒരു ദിവസം ഇവര് ബാബിയാണ്, ബാബി പറഞ്ഞു എനിക്ക് മാനിനെ കാണണമെന്ന്. പറഞ്ഞു ഞാൻ എന്താ സംഭവം എന്താ? ബാബിക്ക് മാനിനെ കാണണം. അപ്പൊ ഇവിടെ അതിരപ്പള്ളിയില് വെളുപ്പിനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് ചാച്ച പറഞ്ഞു. അപ്പൊ ഇവൾക്ക് മാനിനെ കാണണം ഭയങ്കര ആഗ്രഹം പറഞ്ഞപ്പോ ചാച്ച ആണെങ്കിൽ വന്ന് 3 മണിക്ക് ഞങ്ങളെ എണീപ്പിച്ചിട്ട് കൊണ്ടുപോയി. വെളുപ്പിന് 3 മണിക്ക് എന്നെയും കുത്തിപ്പൂത്തി എഴുതിപ്പിച്ചിട്ട് മാനിനെ കാണിക്കാൻ വേണ്ടിട്ട് അമ്മ വരൂല എന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞിടന്ന് ഉറങ്ങി. പക്ഷെ അമ്മേനെയും വിളിച്ചിട്ട് ഞങ്ങള് പോയി. അവസാനം സാധനമൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോ കൂട്ടുകാർ കമന്റ് എഴുതി അത് മാനല്ല മ്ലാവാണ്. സംഭവം എന്തായാലും അതിനെ കണ്ടു കാണിച്ചു. അപ്പൊ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്താ പറയാ, അമ്മേനെയും മക്കളെയും സോപ്പിടാൻ മിടുക്കനാണ് ചാച്ച. അത് സോപ്പാണോ അല്ല റിയാലിറ്റി ആണോ? ചാച്ചയുടെ റിയാലിറ്റിയാണ്, ചാച്ചയുടെ സ്നേഹമാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സാധാരണ അമ്മേനെയും ചാച്ചനെയും കുപ്പിയിലാക്കുന്നത് എങ്ങനെയാ? നിങ്ങൾ സോപ്പിടുന്നത് എങ്ങനെയാ? അത് പറ.
സോപ്പിന്റെ ആവശ്യമില്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അന്ന് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ശരി, അപ്പൊ നിങ്ങൾ സോപ്പിടാൻ എളുപ്പപ്പെടും, ഞങ്ങൾ എന്ത് പറയുന്നത് അനുസരിക്കും. അത് എല്ലാ പിള്ളേരും അറിയണം. മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ചാൽ അവരെ പിന്നെ സോപ്പിടേണ്ട കാര്യമില്ല, എന്തും അവർ സാധിച്ചു തരും. അനുസരിക്കാൻ പറ്റണം. തർക്കുത്തരം പറയുമ്പോഴാണ് പ്രശ്നം. അത് പ്രത്യേകിച്ച് ടീനേജ് ആകുമ്പോഴാണ് തർക്കുത്തരം കൂടിപ്പോവുക. ഒരു 18 വയസ്സ്, ഒരു 14-15 വയസ്സൊക്കെ കഴിയുമ്പോൾ പിള്ളേർ മാതാപിതാക്കളോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങും. അപ്പൊ മാതാപിതാക്കൾക്ക് ദേഷ്യം വരും. അപ്പൊ മാതാപിതാക്കൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കും. അതിനിടവരരുത്, പറയുന്നത് മക്കൾ അനുസരിക്കുക. അപ്പൊ തീർച്ചയായും മാതാപിതാക്കൾക്ക് മക്കളോട് ഇഷ്ടം കൂടുതലായിരിക്കും. അത് ഇമ്മീഡിയറ്റ് തോന്നിയില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമായിരിക്കും. ദാറ്റ് ഈസ് മൈ ലൈഫ് ആൻഡ് ഐ തിങ്ക് കുട്ടൂസ് ഓൾസോ ഡസ് ദ സെയിം. അല്ല, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായും. പിന്നെ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തെന്ന് കാണുമ്പോ നമ്മൾ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഞാൻ അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് നമ്മളങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അല്ല, അതിന്റെ കാര്യമുണ്ട്. ഇവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്താലും ഇവർ ദുരുപയോഗം ചെയ്യാറില്ല. ഒരു കാര്യം പറയട്ടെ, ഇവരോട് പറഞ്ഞു, എന്റെ ഭാര്യ പറഞ്ഞു, എല്ലാ മാസവും 1000 രൂപയുടെ സാധനം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. ഫോണും ഫോണിന്റെ പാസ്വേഡും കൈ കൊടുത്തു. എത്ര മാസം എന്ത് ഓർഡർ ചെയ്തു? ഒന്നുമില്ല. കാര്യം അവർ അങ്ങനെ ആവശ്യമില്ലാതെ ചെലവഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒന്നും രണ്ടുപേർക്കും ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്തും അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. എനിക്കൊന്ന് പിള്ളേരെല്ലാം അങ്ങനെ പഠിച്ചാൽ, അനാവശ്യമായിട്ട് ചെലവാക്കുന്നില്ല ഞാൻ എന്ന് അപ്പനെ അമ്മയെ ബോധ്യപ്പെടുത്തിയാൽ സമ്പത്തൊക്കെ നിങ്ങളുടെ കയ്യിൽ കൈകാര്യം ചെയ്യാൻ വരും. പക്ഷെ നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കില്ല എന്നുള്ള ബോധ്യം മാതാപിതാക്കൾ കിട്ടണം. ഇതിപ്പോ കൂട്ടുകൂടി മാത്രല്ല അനാവശ്യമായിട്ട് ചെലവഴിക്കരുത്. ബോധ്യം കിട്ടിയാൽ പോലെ അങ്ങനെയാണെങ്കിൽ ചിലവര് പറ്റിക്കാനും ചാൻസസ് ഉണ്ടല്ലോ. അവരുടെ ബോധ്യം കൊടുത്തിട്ട് പിന്നെ എല്ലാം എടുത്തിട്ടങ്ങ് പോയത്. ബോധ്യം കൊടുത്താൽ പോലെ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഫൈനാൻസ് കാര്യങ്ങളിൽ മക്കൾ മാതാപിതാക്കളുടെ മുമ്പിൽ നല്ല വിശ്വസ്തത പാലിക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 500 രൂപ കയ്യിൽ തന്നിട്ട് 1 കിലോ അരി മേടിക്കാൻ പറഞ്ഞിട്ട് അരി മേടിച്ചു കഴിഞ്ഞിട്ട് ഒരു മുട്ടായി അപ്പന്റെ അനുവാദം ഇല്ലാതെ വാങ്ങാതിരിക്കുക. അവർ കൂട്ടുകാരനെ വഴി കണ്ടു കഴിഞ്ഞാൽ അവന് മേടിച്ചു കൊടുക്കാതിരിക്കുക. കാരണം അപ്പൻ തന്നിരിക്കുന്ന കണക്കിൽ വാങ്ങിയ സാധനം കഴിഞ്ഞ് ബാക്കിയുള്ളത് കറക്റ്റ് അപ്പന്റെ കയ്യിൽ കൊടുക്കുക. അത് ഭാബി ജർമ്മനി പോയപ്പോ എന്തായിരുന്നു എന്തായിരുന്നു സംഭവം? അവള് ജർമ്മനി പോയപ്പോ ചാച്ച അവൾക്ക് സ്കൂളിൽ നിന്ന് പോയത് കാരണം ചാച്ച കാശ് കൊടുത്തു അവരുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ, ഷോപ്പിങ്ങിന് വേണ്ടിട്ട്. അവള് പിന്നെ തിരിച്ചു വന്നപ്പോ എല്ലാം സാധനങ്ങളെല്ലാം വെച്ച് അതിന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാശും ചാച്ചയ്ക്ക് തന്നു. അപ്പൊ ചാച്ചയ്ക്ക് ഭയങ്കര ഞെട്ടിലായിരുന്നു. ചാച്ച പോവാണെങ്കിൽ ചാച്ച ഒരു സാധനം തന്നെ ആയിരിക്കും മേടിക്കുന്നത്, പക്ഷെ ഫുള്ള് കാശ് തീരും. അതന്നെ. പക്ഷെ ഭാബി ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടി, ഫാമിലിയിൽ എല്ലാവർക്കും വേണ്ടി, കസിൻസിനും ആന്റിക്കും മീൻസ് എല്ലാവർക്കും വേണ്ടി മേടിച്ചു. എന്നിട്ടും അവള് ബാക്കി കാശ് കൊണ്ടുവന്ന് ചാച്ചയ്ക്ക് തന്നു. അതിന്റെ തരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നതിന് മുമ്പ് ചാച്ച പറഞ്ഞിരുന്നു ഫുള്ള് കാശ് അനാവശ്യമായിട്ട് ചെലവഴിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പൊ ചാച്ച സത്യം പറഞ്ഞ ഉദ്ദേശിച്ച അനാവശ്യ കാര്യത്തിൽ ചെലവഴിക്കരുത്, അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിച്ചോന്നാണ്. പക്ഷെ ഭാബി ആണെങ്കിൽ പാവം, അവള് വീട്ടിൽ വന്നിട്ടാണ് അവള് പറയണേ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും മേടിച്ചില്ല, എനിക്ക് വേണ്ടി ഒന്നും മേടിച്ചില്ല. കാര്യം എനിക്ക് വേണ്ടി മേടിച്ചാൽ അത് തീർന്നു പോകും. തീർക്കാതെ ബാക്കി ചാച്ചക്ക് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് എന്ത് ഗുണം എന്നറിയോ? ഇനി നീ ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോ ചാച്ച ഒരു റെസ്ട്രിക്ഷനും വെക്കില്ല കേട്ടോ. ചാച്ചന്റെ ഹൃദയം കവർന്നു കളഞ്ഞു നീ. സത്യം, അത് നിസ്സാരമല്ല. കൂട്ടുകാരെ അറിയേണ്ടത്, ജർമ്മനിക്ക് 1 മാസം പോയിട്ട് ഞാൻ കൊടുത്ത ഇച്ചിരി യൂറോ എന്തോ കൊടുത്തത് തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് എല്ലാം പെർഫ്യൂമും പൗഡറും അതും ഇതും കൂടെ പോയി ഫ്രണ്ട്സിന് കാശ് തികഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ് പൈസ അയപ്പിച്ചു കൊടുത്തു. അതെല്ലാം എന്നെ വിളിക്കുന്നുണ്ട് പേരൻസ്. സ്കൂളിൽ നിന്ന് കൊണ്ടുപോയത്, സ്കൂളിലെ എന്തോ പഠന വിഷയമായിട്ട് എഡ്യൂക്കേഷണൽ ഒരു പ്രോഗ്രാമിന് പോയതാണ് അവരവിടെ. അപ്പോ എന്നിട്ട് പോയി. അപ്പൊ ഇവിടെ മാത്രം 2ാം പ്രാവശ്യം പേരൻസിന്റെ ഇത് മേടിച്ചില്ല. ആദ്യം കൊടുത്തുവിട്ട കാശിൽ നിന്നും എല്ലാവർക്കും ഇവള് ഷോപ്പിംഗ് ചെയ്ത് സാധനം മേടിച്ചു, എന്നിട്ട് ബാലൻസ് കൊണ്ടുവന്നു. അതാണ് ഇവളുടെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. എനിക്ക് ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്ക്, ഇവർക്ക് ഇഷ്ടമുള്ളത്, എന്റെ മമ്മിക്ക് ഇഷ്ടമുള്ളത്, എന്റെ അനിയന് ഇഷ്ടമുള്ളത്, എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് എന്താണോ അത് വളരെ റീസണബിൾ പ്രൈസിന് അവൾ അത്രയും ചൂസ് ചെയ്ത് മേടിച്ചിട്ട് ബാലൻസ് കാശ് വെച്ചു. അവൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന പെർഫ്യൂം ഞാൻ അത് ഉപയോഗിച്ചില്ല, അതിന്റെ സ്മെല്ല് ഫ്രാഗ്രൻസ് പറഞ്ഞ് മാറ്റി വെച്ചാണ്. പക്ഷെ ഒരു ദിവസം അവൾ പറഞ്ഞു ചാച്ച അത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പൊ അത് തീർന്നു പോയാൽ ആ മെമ്മറി, ആ സ്വീറ്റ് മെമ്മറി നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് ഇച്ചിരി ബാക്കി വെച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഇടയ്ക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്. അമ്മയ്ക്ക് ഇങ്ങനെ പെർഫ്യൂം എല്ലാം കിട്ടുമ്പോ ഉപയോഗിക്കും, പക്ഷെ അവസാനം കുറച്ച് ബാക്കി വെക്കും വെറുതെ. ഞാൻ വെറുതെ അല്ല, അതവിടെ ഇരിക്കട്ടെ. വല്ലപ്പോഴും എന്റെ ഭാവി അവിടുന്ന് കൊണ്ടുവന്ന് 4-5 വർഷം മുമ്പല്ലേ 10 വയസ്സെന്തോ ഉള്ള സമയത്ത് കൊണ്ടുവന്നു. 8ാം ക്ലാസ് എന്ന് പറയുമ്പോ 13 വയസ്സുള്ളപ്പോ
13 വയസ്സുള്ളപ്പോൾ ഉള്ള ആയതുകൊണ്ട് ഒരു മെമ്മറി, അതാണ് എന്റെ കറക്റ്റ്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു ജർമ്മനി ട്രിപ്പില് ഇവളുടെ ക്യാരക്ടർ നമുക്ക് റിവീലായി, ഇവളുടെ ഹോണസ്റ്റ് റിവീലായി, ഇവളുടെ എന്താ പറയാ ക്യാഷിനെ കൈകാര്യം ചെയ്യുന്ന രീതി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇവള് പഠിച്ചത്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ അവള് കൊടുത്ത കാശ് എല്ലാവർക്കും മേടിച്ച് മിച്ചം കൊണ്ടുവന്നു. ഇപ്പൊ ഇവള് ഞാൻ പറഞ്ഞ എന്താ പറയാ, ചാച്ചയാണ് അതേ കാശ് കൊണ്ടുപോകണമെങ്കിൽ ചാച്ച ഒരു സാധനം മേടിക്കുള്ളൂ, പക്ഷെ ഇവിടെ എല്ലാവർക്കും സാധനം മേടിച്ചു മിച്ചം വെച്ചു. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എനിക്ക് തോന്നുന്നു ഈ കാര്യം നമ്മുടെ വീട്ടിൽ വേറൊരാൾ പഠിക്കണം. അതാരാ പഠിക്കണ്ടേ? പറഞ്ഞോ അല്ല പറഞ്ഞോ. അമ്മ പഠിക്കണം. അമ്മ ഫുഡിന്റെ കാര്യത്തിലാണ് മെയിൻ, ബാക്കിയെല്ലാം ഫുഡിന്റെ എന്താന്ന് പറ. ഇപ്പൊ കുറഞ്ഞു. ആര് പറഞ്ഞു കുറഞ്ഞു? കുറഞ്ഞു, അമ്മ അങ്ങനെ മേടിക്കാറില്ല. ഇപ്പൊ മേടിച്ചാൽ ഇവിടെ എന്തെങ്കിലും കേറാം, മേടിച്ചാൽ ഇവിടെ എന്തെങ്കിലും കേറാം, വയറ്റിലെന്തെങ്കിലും. ഇവർക്കൊരു ചാനൽ ഉണ്ട് കേട്ടോ, അബിയയുടെ ഇറ്റ്സ് മീ അബിയ. ഇറ്റ്സ് മീ അബിയ, ABIYAH ആണ് ഇവരുടെ സ്പെല്ലിംഗ്. അബിയ, എച്ച് സൈലന്റ്, അബിയ. അതിന്റെ അർത്ഥം അറിയാവോ? ABI എന്റെ അപ്പൻ, അബി എന്റെ അപ്പൻ, YAH യാഹ് ഗോഡ്. അപ്പൊ ഗോഡ് ഈസ് മൈ ഫാദർ, ഇതാണ് പേരിന്റെ അർത്ഥം കേട്ടോ. അബി യാഹ്, ഗോഡ് ഈസ് മൈ ഫാദർ. ഇറ്റ്സ് മീ അബിയ. ഇത് ഞാനാണ്, ദൈവമാണ് എന്റെ അപ്പൻ എന്നർത്ഥം വരും അല്ലേ? ഇറ്റ്സ് മീ അബിയ എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒരു ചെറിയ പ്രോത്സാഹനമൊക്കെ ഇരിക്കട്ടെ. നാളെ കഴിഞ്ഞ് മറ്റന്നാള് നമുക്ക് 1 ഡേ സെമിനാർ ഉണ്ട് കുട്ടൂസെ കോട്ടയത്ത്. എനിക്കൊന്ന് ഏകദേശം സീറ്റ് ഫിൽ ആയെന്ന് തോന്നുന്നു. എന്നാലും വിളിച്ചു നോക്കുക, ക്യാൻസലേഷൻസ് ഒക്കെ ഇപ്പോൾ 5-6 വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. മാത്രമല്ല നവംബർ 30 അവസാനത്തോട് നമ്മളൊരു 3 ദിവസം റെസിഡൻഷ്യൽ റിട്രീറ്റും കൂടെ നടത്തുന്നില്ലേ? നവംബർ അവസാനത്തിൽ റെസിഡൻഷ്യൽ ധ്യാനം ഉണ്ടാവും, താമസമുള്ള ധ്യാനം. അപ്പം അതും നിങ്ങൾക്ക് അതേ നമ്പറിൽ 8281499678 അതിൽ വിളിച്ച് എൻക്വയറി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് അറിയിക്കുന്നതാണ്. ഈ ഫിലോക്കാലിയുടെ താമസമുള്ള ധ്യാനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഉപകാരപ്രദമാണ്. ഒരു കുടുംബജീവിതം സ്വർഗതുല്യമായി കൊണ്ടുപോകാനുള്ള എല്ലാ അറിവും അനുഭവത്തിലൂടെ അവിടെ പഠിപ്പിക്കുകയാണ്. ദാറ്റ് ഈസ് റിയലി എന്താ പറയുക, ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. വരാൻ ശ്രമിക്കുക. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ തൽക്കാലം ഇന്നത്തെ ഈ ലൈവ് ബൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്തൊരു ലൈവിൽ നമ്മൾ കണ്ടുമുട്ടും. താങ്ക് യു.